ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയാണ് വിശേഷം? സുഖമായിരിക്കുന്നോ? അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി രസം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടാലോ? അപ്പോൾ നമുക്കതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഒരു 7-8 വെളുത്തുള്ളി ഇടുക. അതിലേക്ക് അതുപോലെ തന്നെ നമുക്കൊരു ചുമന്നുള്ളിയും അതുപോലെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുരുമുളക്, പിന്നെ മല്ലി, പിന്നെ ഒരു ചെറിയ ജീരകം അതും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ക്രഷ് ചെയ്തെടുക്കാം. അതിൽ വെള്ളം ചേർക്കാൻ പാടില്ല, അല്ലാതെ തന്നെ നല്ല രീതിയിൽ ക്രഷ് ചെയ്ത് നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. അത് കഴിഞ്ഞാൽ സെയിം ജാറിൽ തന്നെ, അത് കഴുകരുത്, ആ സെയിം ജാറിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു മീഡിയം ലെവലുള്ള ഒരു തക്കാളി എടുക്കുക. അതിലേക്ക് തക്കാളി അരിഞ്ഞ് അതും സെയിം പോലെ തന്നെ നല്ല രീതിയിൽ പേസ്റ്റ് പോലെ ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് മാറ്റി വെച്ച് കഴിഞ്ഞ് നമുക്ക് ചെയ്യാൻ പോകുന്നത് അടുത്ത് തന്നെ നമുക്ക് സ്റ്റൗ ഓണാക്കി കഴിഞ്ഞ് നമുക്കതിലേക്ക് ചീനച്ചട്ടിയാണ് വെക്കേണ്ടത്. ചീനച്ചട്ടി വെക്കുക. ചീനച്ചട്ടി വെച്ചിട്ട് അത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചൂടാവണം. നല്ലവണ്ണം ചൂടായി കഴിഞ്ഞിട്ട് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് പച്ച വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടാവണം. ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മതിയാവും. അതിലേക്ക് നമുക്ക് കടുകാണ് ഇട്ട് കൊടുക്കേണ്ടത്. കടുക് ഇട്ട് കൊടുത്തിട്ട് അത് നല്ല രീതിയിലൊന്ന് പൊട്ടി വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് അതേ സെയിം അളവിൽ കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവ ചേർത്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് പൊട്ടി ഒന്ന് കറക്റ്റായിട്ടൊന്ന് വരണം. ആ വരുന്ന സമയത്ത് നമ്മൾ ആദ്യമേ മാറ്റി വെച്ചിരുന്ന കുറച്ച് ചേരുവകളില്ലേ, അത് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് അത് മാത്രമല്ല, നമുക്ക് ഒരു 5-6 വറ്റൽമുളക്, ചുമന്ന വറ്റൽമുളകും പിന്നെ വേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ കയ്യിൽ വെച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ ഇളക്കി കൊടുത്തു കഴിഞ്ഞ് അത് ശരിക്കും പാകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും, വീട്ടിലുള്ള എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ തുമ്മുമ്പോൾ നോക്കിക്കുക എന്നാൽ അത് പാകമായത്. തുമ്മണ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, നമുക്ക് എരിവിന് ആവശ്യത്തിനനുസരിച്ചുള്ള മുളക് പൊടി എല്ലാം ചേർത്ത് കൊടുക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി കുരുമുളക് നല്ലോണം ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എരിവ് ചെറുതായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇളക്കി ഒന്ന് ആവണ വരെ മുളക് പൊടിയുടെ ആ സ്മെല്ലൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിലേക്ക് നമുക്ക് പിന്നെ അടുത്തത് മിക്സ് ചെയ്യേണ്ടത് അരച്ച് വെച്ചിരിക്കുന്നത് തക്കാളി നല്ലോണം ചേർത്ത് കൊടുത്തിട്ട് അത് പക്ഷേ തക്കാളി ചേർക്കുമ്പോഴത്തേക്ക് നമ്മൾ തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതുപോലെ തന്നെ പിന്നെയും അത് മിക്സ്ഡായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. കയ്യിൽ വെച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അതും ഒരു പച്ച നിറം, ഒരു തക്കാളിക്ക് ഒരു പച്ച മണമുണ്ട്, അതൊന്ന് മാറുന്ന വരെ നമുക്കതൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെക്കാം. ഈ തക്കാളി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി ആദ്യമേ തന്നെ കുറച്ച് പുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാവണം. അത് നമ്മൾ നല്ല രീതിയിൽ കൈ വെച്ച് നല്ല ഞെരുടി അതിൻ്റെ എല്ലാം നല്ല രീതിയിൽ ഞെരടി നല്ലോണം അതിൻ്റെ വെള്ളം നല്ലോണം എടുത്തിട്ട് നമുക്കതിലേക്ക് ഈ പറഞ്ഞ ചീനച്ചട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് നമുക്ക് ഇപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമുക്കിപ്പോൾ വീട്ടിൽ എങ്ങനെ പുളി എന്നുള്ള എല്ലാവർക്കും അറിയാം അല്ലേ, അതനുസരിച്ചിട്ടുള്ള അളവനുസരിച്ചിട്ട് നമ്മൾ എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. ആ സെയിം 1, 2, 3 ഗ്ലാസ് ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇതനുസരിച്ചിട്ടിരിക്കും. ഇപ്പോൾ നല്ല പുളി വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഒരു വീട്ടുകാരുടെ അളവനുസരിച്ചിട്ട് നമ്മൾ രസം ഉണ്ടാക്കണം. അപ്പോൾ ഒരു 5 പേരുണ്ടെങ്കിൽ മാക്സിമം ഒരു 3 ഗ്ലാസ് വെള്ളമെങ്കിലും ചേർത്താൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് എല്ലാം പറ്റും. അപ്പോൾ എല്ലാവർക്കും കൂട്ടാൻ പറ്റുന്ന രീതിയിൽ നമുക്കൊരു അളവിൽ തന്നെ നമുക്ക് ചേർത്താൽ മതി. എന്നിട്ട് അതിലേക്ക് കുറച്ച് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് അതിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും. അപ്പോൾ അത് ആവരുത്, നോക്കിയിട്ട് വേണം ഉപ്പിടാനായിട്ട്. രസത്തിൽ എപ്പോഴും ഉപ്പ് ചിലപ്പോൾ എല്ലാ ആൾക്കാരും കൂടിപ്പോകും. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണം നമുക്ക് ഇടാനായിട്ട്. ഉപ്പ് നോക്കുക. എന്നിട്ട് അത് നല്ല രീതിയിൽ തിളച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് കായംപൊടി നമ്മൾ ചേർത്ത് കൊടുക്കാം. കായംപൊടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് രസം എന്ന് പറയുന്നത് ആദ്യം നമുക്ക് രസത്തിന് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മല്ലിയില തന്നെയാണ്. മല്ലിയില നല്ലോണം ഇട്ടിട്ട് നല്ലോണം ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ രസം നമ്മൾ സൂപ്പർ രസം റെഡിയാകും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു.
ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.